ഇനി കാർഷിക വാർത്തകൾ. ഒരു പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി രാജ്യത്തേക്ക് 10 ലക്ഷം ടൺ അസംസ്കൃത പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. വിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനും വരാനിരിക്കുന്ന ഉത്സവകാലത്തെ ആവശ്യങ്ങൾ സുഗമമാക്കുന്നതിനുമുള്ള മുൻകരുതൽ നടപടിയാണിത്. 10 വർഷത്തിന് ശേഷം പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ. വിലക്കയറ്റം നിയന്ത്രിക്കാനും വരാനിരിക്കുന്ന ഉത്സവ സീസണിലെ ആവശ്യകത നിറവേറ്റുന്നതിനുമായാണ് കേന്ദ്രത്തിന്റെ നടപടി. ഏകദേശം 1 ദശാബ്ദത്തിന് ശേഷമാണ് അസംസ്കൃത പഞ്ചസാര ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നത്. 2026 ഒക്ടോബർ 31 വരെ 1 ദശലക്ഷം ടൺ അസംസ്കൃത പഞ്ചസാര ഇറക്കുമതി ചെയ്യാനാണ് തീരുമാനം. രാജ്യത്തെ പഞ്ചസാര വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. ചൊവ്വാഴ്ച അഖിലേന്ത്യാ ശരാശരി എക്സ്മിൽ വില ക്വിന്റലിന് 5400 മുതൽ 5500 രൂപ വരെ എത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വില 3900 രൂപയായിരുന്നു. NCDEX കണക്കുകൾ പ്രകാരം ഓഗസ്റ്റ് 19-ന് സ്പോട്ട് പഞ്ചസാര വില ക്വിന്റലിന് 5530 രൂപയിലെത്തി. 16 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഓണക്കാലത്ത് കേരളത്തിൽ പഞ്ചസാരയുടെ വില കിലോയ്ക്ക് 59 രൂപ വരെയാണ് ഉയർന്നിരിക്കുന്നത്. ഇത് സർവ്വകാല റെക്കോർഡ് വിലയാണ്. 2 മാസത്തിനിടെയാണ് കേരളത്തിലെ പഞ്ചസാര വിലക്കയറ്റമുണ്ടായത്. ഉത്സവ സീസണായതിനാൽ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ പഞ്ചസാരയുടെ ആവശ്യകത വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കൃത്രിമക്ഷാമവും കരിഞ്ചന്തയും തടയുകയാണ് ഇറക്കുമതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. വില നിയന്ത്രണത്തിന്റെ ഭാഗമായി ബൾക്ക് ഉപഭോക്താക്കൾക്കും സർക്കാർ നിയന്ത്രണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മുല്ലപ്പൂ വില കുതിച്ചുയരുന്നു. ഒറ്റ ദിവസം കൊണ്ട് വിപണിയിലുണ്ടായത് 600 രൂപയുടെ വർധന. ഓണം അടുത്തെത്തിയതോടെ മുല്ലപ്പൂവിന് തീപിടിച്ച വില. ഇന്നലെ ഒരു ദിവസം കൊണ്ട് 1 കിലോ മുല്ലപ്പൂവിന് കൂടിയത് 600 രൂപയാണ്. പാലക്കാട് പൂമാർക്കറ്റിൽ ബുധനാഴ്ച 1 കിലോ മുല്ലപ്പൂവിന് 800 രൂപയായിരുന്നു വില. വ്യാഴാഴ്ച ഇത് 1400 രൂപയായി. ചിങ്ങമാസത്തിന്റെ തുടക്കത്തിൽ കിലോയ്ക്ക് 700 രൂപയായിരുന്നു വില. കേരളത്തിലേക്ക് പൂവെത്തിക്കുന്ന തമിഴ്നാട്ടിൽ ഇക്കൊല്ലം ഉൽപാദനം കുറവാണ്. വിവാഹ സീസണും ആരംഭിച്ചതോടെ മുല്ലപ്പൂവിന് ആവശ്യക്കാരുമേറെയാണ്. ഓണപ്പൂക്കളത്തിന് മുല്ലപ്പൂ ഉപയോഗിക്കാറില്ലെങ്കിലും ഓണാഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങാൻ ഈ മുല്ലപ്പൂ ആവശ്യമാണ്. ഇതും വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കൂട്ടി. വരും ദിവസങ്ങളിലും ആവശ്യക്കാരുടെ എണ്ണം കൂടാൻ സാധ്യതയുള്ളതിനാൽ മുല്ലപ്പൂ വില ഉയർന്ന നിരക്കിൽ തന്നെ തുടരാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ഇന്റർനാഷണൽ കോഫി ഫെസ്റ്റിവൽ ഫെബ്രുവരി 26 മുതൽ ബംഗളൂരുവിൽ നടക്കും. 50ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന മേളയിൽ ഇന്ത്യൻ കോഫിയുടെ ആഗോള സാധ്യതകൾക്കൊപ്പം രാജ്യത്തെ വളർന്നുവരുന്ന കോഫി വിപണിയും പ്രധാന ചർച്ചയാകും. ഇന്ത്യയുടെ കോഫി മേഖലയിൽ പുതിയ സാധ്യതകൾ തുറന്ന് ഇന്ത്യ ഇന്റർനാഷണൽ കോഫി ഫെസ്റ്റിവൽ 2027. കോഫി ബോർഡ് ഓഫ് ഇന്ത്യയും സ്പെഷ്യാലിറ്റി കോഫി അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിന്റെ 3ാം പതിപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ ബംഗളൂരുവിൽ നടക്കും. കോഫി കർഷകർ മുതൽ റോസ്റ്റർമാർ, കഫേ ബ്രാൻഡുകൾ, ഉപകരണ നിർമ്മാതാക്കൾ, ബാരിസ്റ്റകൾ, കോഫി പ്രേമികൾ തുടങ്ങി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയെല്ലാം ഒരു കുടക്കീഴിലെത്തിക്കുന്ന വേദിയാകും ഫെസ്റ്റിവൽ. ഇന്ത്യൻ കോഫിക്ക് ആഗോളതലത്തിൽ ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ഫാം ടു കപ്പ് ആശയത്തെ അടിസ്ഥാനമാക്കിയാകും ഫെസ്റ്റിവൽ. കോഫി ടേസ്റ്റിംഗ്, കപ്പിംഗ് സെഷനുകൾ, ബ്രൂവിംഗ് വർക്ക്ഷോപ്പുകൾ, ലൈവ് ചാമ്പ്യൻഷിപ്പുകൾ എന്നിവ മേളയുടെ ഭാഗമായി നടക്കും. 50ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളികൾ ഫെസ്റ്റിവലിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.